ഓപ്പോസിറ്റ് സൈഡ് ക്യാസിൽ ചെയ്താൽ ആര് ജയിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾ കിങ് സൈഡ് ക്യാസിൽ ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾ ക്യൂൻ സൈഡ് ക്യാസിൽ ചെയ്യുകയാണെങ്കിൽ ആര് ജയിക്കും? ഒരു കിടിലൻ ഗെയിം കണ്ടു നോക്കിയാലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1887-ലാണ്. വൈറ്റ് കളിക്കുന്നത് ആലപ്പിൻ എന്ന് പറഞ്ഞ പ്ലെയർ, ബ്ലാക്ക് കളിക്കുന്നത് മാക്സ് ഹാർമോണിസ് എന്ന് പറഞ്ഞ പ്ലെയർ. ഇവിടെ ആലപ്പിൻ തുടങ്ങുന്നത് E4 വെച്ചിട്ടാണ്. E5, നൈറ്റ് F3, നൈറ്റ് C6, C3, D5, ക്യൂനെ ഇവിടെ A4 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ എന്താണ്? ഈ നൈറ്റിനെ പിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പോണിനെ എടുക്കാനാണ് വൈറ്റിൻ്റെ ഐഡിയ. F6 കളിക്കുന്നു. ബിഷപ്പ് B5, ഈ നൈറ്റിനെ ഒന്നുകൂടെ പിൻ ചെയ്യുന്നു. നൈറ്റ് G7, അപ്പോൾ ഈ നൈറ്റിന് ഒരു പ്രൊട്ടക്ഷനുമായി. പോൺ വെച്ചെടുക്കുന്നു, ക്യൂൻ വെച്ചെടുക്കുന്നു, ക്യാസിൽ ചെയ്യുന്നു. ബിഷപ്പ് E6 കളിക്കുന്നു. അപ്പോൾ ഉദ്ദേശം ബ്ലാക്ക് ക്യൂൻ സൈഡ് ക്യാസിൽ ചെയ്യാനാണ്. D4, പോൺ വെച്ചെടുക്കുന്നു. ഇവിടെ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാം, അതും അല്ലെങ്കിൽ പോൺ വെച്ച് വെട്ടിയെടുക്കാം. നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നത് നല്ല മൂവ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഐഡിയ, ഈ പോൺ വെച്ച് വെട്ടുന്നതിൻ്റെ ഐഡിയ അടുത്ത മൂല്യം നൈറ്റ് C3 കളിച്ച് ഈ നൈറ്റിന് നല്ലൊരു സ്ക്വയർ വരാനാണ്. ബ്ലാക്ക് ക്യൂൻ സൈഡ് ക്യാസിൽ ചെയ്യുന്നു. നൈറ്റ് C3, ക്യൂൻ F5, ബിഷപ്പിനെ E3 കളിക്കുന്നു. ഇനി രണ്ട് റൂക്കുകളെയും കണക്ട് ചെയ്യാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. G5, അപ്പോൾ അടുത്ത ആൾ പണി തുടങ്ങി, കിങ് സൈഡിലേക്ക് അറ്റാക്കാണ്. റൂക്ക് C1, H5, അപ്പോൾ ഈ രണ്ട് പോൺസും കുറച്ച് പ്രശ്നക്കാരാണ്. B4, H4, നൈറ്റിനെ ഇവിടെ പുറകോട്ട് കളിക്കണം. ഇത് കളിച്ചില്ലെങ്കിൽ G4 വന്നിട്ട് നൈറ്റ് എന്തായാലും ഓടേണ്ടി വരും. നൈറ്റ് പുറകോട്ട് പോകുന്നു. G4, ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. ക്യൂവിനെ H5 പോകുന്നു. B5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് B8, A7 പോൺ വീഴുന്നു. ബിഷപ്പ് H6 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. നൈറ്റിനെ ഇവിടെ A4 കളിക്കുന്നു. ഒരു ട്രിക്കി മൂവ് ആണ്. റൂക്ക് D6, എന്തിനാണ് ഈ മൂവ് കളിക്കുന്നത്? ഒരു പക്ഷേ ഈ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് B6 ഒരു കിടിലൻ ചെക്ക്മേറ്റ് ആണ്. ഈ രണ്ട് സ്ക്വയർ കൺട്രോൾ ചെയ്യണം. ഈ ഒരു നൈറ്റിനെ എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്? പിണ്ടാണ്. കിടിലൻ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂക്കിനെ D6 കളിക്കുന്നത്. പക്ഷെ എന്തായാലും നൈറ്റ് B6 ചെക്ക് വരുന്നു. ഇവിടെ റൂക്ക് വെച്ച് എടുക്കുന്നു. ഇനി കിങ് മാറിക്കഴിഞ്ഞാൽ അതിനേക്കാളും വൃത്തിയായിട്ട അവസ്ഥയായിരിക്കും. ഇത് വെച്ച് ചെക്ക് വരും. നൈറ്റ് വെച്ച് മറച്ചു കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് എടുക്കും. അത് മാത്രമല്ല, ബിഷപ്പ് വെച്ച് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ക്യൂൺ ടേക്ക് C7 ചെക്ക് വരും. മൊത്തത്തിൽ ആകെ പണിയാവുകയും ചെയ്യും. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് അവിടെ റൂക്ക് വെച്ച് എടുക്കണം. ഇവിടെ ക്യൂൻ വെച്ച് എടുക്കുന്നു. ഇപ്പോഴും പോൺ വെച്ച് ക്യൂണിനെ എടുക്കാൻ പറ്റില്ല, ഈ ഒരു മനോഹരമായ പിന്നുള്ളതുകൊണ്ട്. C6, പോൺ വെച്ചെടുക്കുന്നു. നൈറ്റ് വെച്ചെടുക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ഗെയിം ഒന്ന് ഫിനിഷ് ചെയ്യുക? ആദ്യം റൂക്കിനെ B1 കളിക്കുന്നു. ക്യൂൻ F7, അപ്പോൾ ഈ മെയ്റ്റ് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഒരു ഫൈനൽ ബ്ലോ. ബിഷപ്പ് A6, ബ്ലാക്ക് റിസൈൻ ചെയ്യാണ്. കാരണം ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ഒബ്വിയസ്, ആദ്യം ബിഷപ്പിന് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ് വരും. ഈ നൈറ്റിന് അനങ്ങാൻ പറ്റില്ല, കാരണം എന്താണ്? ഈ ചെക്ക് വരും. കിങ് മാറിക്കഴിഞ്ഞാൽ റൂക്ക് ഇവിടെ B7 ചെക്ക് മേറ്റ് ആയി പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അങ്ങനെ വെട്ടാൻ പറ്റില്ല. ഇനി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലോ? ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ റൂക്ക് ടേക്ക് C6, വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് വരും. കിങ് മാറുന്നു. റൂക്ക് B8 ചെക്ക്. അപ്പോൾ ഇതും എന്തായാലും വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ബ്ലാക്കിൻ്റെ ബെസ്റ്റ് ഡിഫൻസ് ക്യൂൻ C7 ആണ്. പക്ഷേ ഇതും കാര്യമില്ല. ബിഷപ്പ് വെച്ചെടുക്കും. കിങ് മാറുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റ് വെച്ചെടുക്കുന്നു. ക്യൂനെ A6 കളിച്ചിട്ട് അടുത്ത മൂവ് ത്രെട്ടായിട്ട് റൂക്ക് B7. ഇതാണ് വൈറ്റിൻ്റെ ഐഡിയ. ഇനി ഇങ്ങനെയൊന്നും കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. വെറുതെ ആ റൂക്ക് ടേക്സ് B8 വരും. അപ്പോൾ ക്യൂന് ഇവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഈ ഒരു C6 വീഴുകയും ചെയ്യും. വൈറ്റ് എന്തായാലും ജയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ബിഷപ്പ് A6 എന്നുള്ള മൂവിന് ശേഷം, ഈ ഒരു ബിഷപ്പ് A6 എന്നുള്ള മൂവിന് ശേഷം ബ്ലാക്ക് റിസൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഗെയിമിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സജഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസുകളുടെ ഏതെങ്കിലും ഗെയിംസ് ഞാൻ അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ആ ഗെയിംസ് ഞാൻ പഠിച്ചിട്ട് അത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസുകൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.